നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ തുളസി. ഇന്ന് നമ്മൾ വാർത്തകൾ തുടങ്ങുന്നത് സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണ്. സത്യത്തിൽ മനുഷ്യർ ഇങ്ങനെ ആകണം. കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കും, പക്ഷെ നമ്മളാരും അങ്ങനെ ചെയ്യത്തില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കണം, എന്തെങ്കിലും ചെയ്യണം. ഇതിങ്ങനെയുള്ള പരിപാടികൾ കാണുമ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താണെന്ന് ആലോചിക്കും. അങ്ങനെ ഒരു 10 ലക്ഷം പേര് ചിന്തിച്ചാൽ ചിലപ്പോൾ ഒരു 10,000 പേര് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. ഒരാൾ പോലും ചിലപ്പോൾ ചെയ്യത്തില്ല. പക്ഷെ അവിടെയാണ് ഇവരുടെയൊക്കെ വലിയ പ്രസക്തി. സെബാസ്റ്റ്യനും പിന്നെ അനിൽ സാറും ശങ്കരപ്പിള്ള സാറും വിനോദ് സാറും ഒക്കെ അവരെത്തി തരുന്ന, സന്തോഷ് സാറൊക്കെ തരുന്ന ഒരു വലിയ ടീം അവരെ സമ്മതിച്ചു കൊടുക്കണം. കാരണം അവര് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 1 കോടി രൂപയുടെ സാന്ത്വന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അത് സാധാരണക്കാരാണ്. നിങ്ങൾ ആലോചിക്കണം, വ്യവസായികളൊന്നുമല്ല, സാധാരണക്കാരായ മനുഷ്യർ ഇത്രയും ചെയ്യുമ്പോൾ അതൊരു വലിയ നന്മയാണ്. ആ നന്മയ്ക്ക് മുമ്പിൽ നല്ല 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 നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്ന് നാട്ടുവട്ടം വാർത്തകൾ ആരംഭിക്കുന്നു. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 6,340 രൂപ, പവൻ 50,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ടറ. ഇന്റർനാഷണൽ ടൈഗർ ഡേ ആണ്. അന്താരാഷ്ട്ര കടുവാ ദിനമാണ്. മഴ ദിനമാണ്. ORS ദിനമാണ്. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമര പൂവോ എന്ന താരാട്ടുപാട്ട് രചിച്ച ഇരയമ്മൻ തമ്പി ചരമദിനമാണ്. ആധുനിക ബംഗാളി ഭാഷയുടെ പിതാവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ചരമദിനമാണ്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസ സ്ഥാപിച്ച ദിവസമാണ്. സാമുദായിക അസമത്വങ്ങൾക്കെതിരെ തൂലിക ചലിപ്പിച്ച കവി പള്ളത്ത് രാമൻ ചരമദിനമാണ്. US ബഹിരാകാശ വാഹനമായ റേഞ്ചർ 7 ചന്ദ്രനിൽ ഇറങ്ങിയ ദിവസമാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസഫ് അലി ചരമദിനമാണ്. ഇന്ന് നമുക്ക് ഇന്റർനാഷണൽ ടൈഗർ ഡേയെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ അറിയാം. ലോകത്തിലെ വലിയ പൂച്ചകളിൽ ഏറ്റവും വലുതാണ് കടുവ. ഓറഞ്ചും കറുപ്പും നിറത്തിലുള്ള വരകളും മനോഹരമായി അടയാളപ്പെടുത്തിയ മുഖവുമുള്ള ഈ മനോഹര ജീവിക്കായുള്ള ദിവസമാണിന്ന്. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് കടുവ സംരക്ഷണത്തിനായി അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അന്താരാഷ്ട്ര കടുവ ദിനം. കടുവകളെയും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ലോകമെമ്പാടുമുള്ള കടുവകൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. കടുവകളെ വംശനാശത്തിലേക്ക് നയിക്കുന്ന നിരവധി ട്രീറ്റുകളുണ്ട്. വേട്ടയാടൽ, മനുഷ്യരുമായുള്ള സംഘർഷം, ആവാസ വ്യവസ്ഥയുടെ നഷ്ടം എന്നിവ കടുവകൾ നേരിടുന്ന ചില ഭീഷണികളിൽ ഉൾപ്പെടുന്നു. കടുവയുടെ അസ്ഥി, തൊലി, മറ്റ് ശരീരഭാഗങ്ങൾ എന്നിവയുടെ ആവശ്യം വേട്ടയാടലിലേക്കും കടത്തലിലേക്കും നയിക്കുന്നു. ഇത് കടുവകളുടെ ഉപജനസംഖ്യയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. അതിന്റെ ഫലമായി പ്രാദേശികവൽക്കരിക്കപ്പെട്ട വംശനാശം സംഭവിക്കുന്നു. കടുവയുടെ തോൽ വീട്ടലങ്കാരങ്ങളിൽ ഉപയോഗിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. മാത്രമല്ല, മരുന്നുകൾക്കും ടോണിക്കുകൾക്കും എല്ലുകൾ ഉപയോഗിക്കുന്നു. ലോകമെമ്പാടും പ്രവേശന വഴികൾ, മനുഷ്യവാസ കേന്ദ്രങ്ങൾ, മരം മുറിക്കൽ, തോട്ടങ്ങൾ, കൃഷി എന്നിവ കാരണം കടുവകളുടെ ആവാസ വ്യവസ്ഥ കുറഞ്ഞു. വാസ്തവത്തിൽ കടുവയുടെ ചരിത്രപരിധിയുടെ 7% മാത്രമേ ഇന്നും കേടുകൂടാതെ ഇരിക്കുന്നുള്ളൂ. അത് അവിശ്വസനീയമാം വിധം ചെറുതും ആശങ്കാജനകവുമായ തുകയാണ്. ഇത് കടുവകൾ തമ്മിലുള്ള സംഘട്ടനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും. കാരണം അവ റോമൻ ചെയ്യപ്പെടുകയും പുതിയ ആവാസ വ്യവസ്ഥകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. 2010 കടുവാ ദിനം ആദ്യമായി ആഘോഷിക്കപ്പെട്ടു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 97% കാട്ടുകടുവകളും അപ്രത്യക്ഷമായി. ഏകദേശം 3000 എണ്ണം മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്ന ഞെട്ടിക്കുന്ന വാർത്തയോട് പ്രതികരിക്കാൻ വിളിക്കപ്പെട്ട ഒരു അന്താരാഷ്ട്ര ഉച്ചകോടിയിലാണ് ഇത് സ്ഥാപിതമായത്. കടുവകൾ വംശനാശ ഭീഷണിയുടെ വക്കിലാണ്. WWF, IFAW, സ്മിത്തോണിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ നിരവധി അന്താരാഷ്ട്ര സംഘടനകൾ ഈ ദിനത്തിൽ പങ്കാളികളാണ്. നാളെ മറ്റൊരു ദിനം കൂടിയാണ്, റെയിൻ ഡേ അല്ലെങ്കിൽ മഴ ദിനം. മഴയില്ലാതെ ഒരു ജീവിതം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് ജൂലൈ 29 മഴ ദിനം ആഘോഷിക്കുന്നത്. വിവിധ ആളുകളും സംസ്കാരങ്ങളും പ്രാർത്ഥനകളിലൂടെയും കലകളിലൂടെയും സംഗീതത്തിലൂടെയും നാടോടി കഥകളിലൂടെയും അതിലേറെയും മഴയും അതിന്റെ ജീവൻ നൽകുന്ന ശക്തിയും ആഘോഷിച്ചു. മഴ നമ്മുടെ മരങ്ങളെ നനയ്ക്കുകയും ഭൂമിയെ പുതുമയുള്ളതും ഹരിതാഭമാക്കുകയും ചെയ്യുന്നു. നീണ്ട വേനലിനു ശേഷമുള്ള ആദ്യത്തെ മഴ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്നു. മഴ ദിനത്തിൽ മഴ ലഭിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ മഴയത്ത് നൃത്തം ചെയ്യാനോ നടക്കാനോ പാടാനോ പുറത്തേക്ക് പോകുക. നാം ജീവിക്കുന്ന ഈ മനോഹരമായ ഗ്രഹത്തെക്കുറിച്ചും അതിലെ നിരവധി അത്ഭുതങ്ങളെക്കുറിച്ചും നന്ദിയുള്ളവരായിരിക്കാൻ പറ്റിയ ദിവസമാണിത്. ലോകത്തിലെ ഒട്ടുമിക്ക സംസ്കാരങ്ങളിലും മഴദിനം ഏതെങ്കിലും തരത്തിലല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു.
1800-കളിൽ തന്നെ ആദ്യത്തെ മഴദിനം ആഘോഷിച്ചതായി രേഖകൾ കാണിക്കുന്നു. വില്യം ആലിസൺ എന്ന ഫാർമസിസ്റ്റാണ് ഏറെ ഇഷ്ടപ്പെട്ട മഴദിനം സൃഷ്ടിച്ചതിന് നന്ദി പറയേണ്ടത്. പെൻസിൽവാനിയയിലെ വെയിൻസ്ബർഗിലെ ഹൈ സ്ട്രീറ്റിൽ ആലിസണിനൊരു മരുന്നുകടയുണ്ടെന്നാണ് ഐതിഹ്യം. എല്ലാ വർഷവും ജൂലൈ 29-ന് മഴ പെയ്യുമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഫാർമസിസ്റ്റ് അവസരം മുതലെടുത്ത് എല്ലാ വർഷവും ജൂലൈ 29 മഴദിനമായി ആഘോഷിക്കാൻ പ്രഖ്യാപിച്ചു. അതിനുശേഷം ആലിസൺ ഈ നിർദ്ദിഷ്ട തീയതിയിലെ മഴയുടെ വാർഷിക റെക്കോർഡ് സൂക്ഷിക്കും. പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരൻ ആൽബർട്ട് ആലിസൺ 1920-കൾ ഇത് ചെയ്യാൻ തുടങ്ങി. ഈ രണ്ട് സഹോദരന്മാരുടെയും കോമാളിത്തരങ്ങൾ ദി ബൈറൺ ഡെയിലിയുടെ ഓഫീസിലെത്തി. എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിഗൂഢ സംഭവം അവർ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. പ്രദേശത്തെ ഒരു വാർത്താലേഖകൻ ഇല്ലായിരുന്നുവെങ്കിൽ സംഭവം ചെറുതും പ്രാദേശികവുമായി തുടരുമായിരുന്നു. 1930-കളിൽ മഴദിനത്തെക്കുറിച്ചുള്ള കഥകൾ മറ്റ് പത്രങ്ങൾക്ക് അയക്കാൻ ജോൺ ഒഹാര തീരുമാനിച്ചു. കൂടുതൽ ആളുകൾ മഴദിനത്തെക്കുറിച്ച് അറിഞ്ഞതോടെ ആഘോഷങ്ങളും വ്യാപകമായി. ഇന്ന് ഈ തീയതിയിൽ മഴ പെയ്യുന്നുണ്ടോ എന്നറിയാൻ പത്രങ്ങളും മറ്റ് മാധ്യമങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങി. നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം കൂടിയാണ്, ഓറൽ ഡീഹൈഡ്രേഷൻ സാൾട്ട് ഡേ. ദശലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ ഓറൽ റീഹൈഡ്രേഷൻ ലവണങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 29-ന് ORS ദിനം ആചരിക്കുന്നു. 2001-ൽ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് സ്ഥാപിതമായ കുട്ടിക്കാലത്തെ വയറിളക്ക മരണങ്ങളുടെ കേസുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ രാജ്യത്തുടനീളം ORS ദിനം ആചരിക്കുന്നു. കൊച്ചുകുട്ടികൾക്കിടയിലെ മരണനിരക്കിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് കുട്ടിക്കാലത്തെ അതിസാരം. ORS ചെലവ് കുറഞ്ഞതും ലളിതവും എളുപ്പമുള്ളതുമായ മെഡിക്കൽ ഇടപെടൽ നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും ശരാശരി 5 ലക്ഷം ജീവനുകൾ രക്ഷിക്കുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ തകർപ്പൻ വൈദ്യശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് ORS തെറാപ്പി എന്ന് വിശ്വസിക്കപ്പെടുന്നു. കഠിനമായ വയറിളക്കം അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ ദ്രാവകം നഷ്ടപ്പെടുന്ന മറ്റേതെങ്കിലും അസുഖം മൂലമുണ്ടാകുന്ന നിർജ്ജലീകരണം ചികിത്സിക്കാൻ ORS നൽകാം. WHO അനുസരിച്ച് ദിവസേന 3-ഓ അതിലധികമോ അയഞ്ഞ മലം കടന്നുപോകുന്നതാണ് വയറിളക്കം. ഇത് ദഹനനാളത്തിലെ അണുബാധയുടെ ലക്ഷണമാണ്. കടുത്ത നിർജ്ജലീകരണത്തിന് കാരണമാകുന്ന മോശം ശുചിത്വവും മൂലമാണ് വയറിളക്കം ഉണ്ടാവുന്നത്. ഇത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയും ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ജലവും ധാതുക്കളും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. സ്വയം ചിരിക്കാനും മറ്റുള്ളവർക്കായി ചിരികൾ പരത്താനും കഴിയുന്നതാകണം ഓരോ ജീവിതങ്ങളുമെന്ന് മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ. വെള്ളവൺ സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗം മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. സാന്ത്വനം പ്രസിഡന്റ് ജി സോമശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ KR അനിൽ, T സുരേഷ് കുമാർ, വെള്ളിമൺ ദിലീപ്, B സന്തോഷ് കുമാർ, സനിൽ വെള്ളിമൺ, F റോയ് കുമാർ, B ശ്രീകുമാർ, B കുഞ്ഞുമോൻ, വെള്ളിമൺ സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഓരോ ജീവിതങ്ങളും ചിരി പരത്തുന്നതാകണമെന്ന് മുല്ലക്കര രത്നാകരൻ സാന്ത്വനം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സൊസൈറ്റി വളരെ മികവുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത്. എനിക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇപ്പോൾ സോമൻ സാർ ആണെങ്കിലും സെബാസ്റ്റ്യൻ ആണെങ്കിലും സന്തോഷ് ആണെങ്കിലും ഇതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായിട്ട് ഇവിടെ ഇപ്പോൾ ബാധിച്ച വിവിധ മേഖലകളിലുള്ളവർ ഡെഡിക്കേറ്റഡ് ആയ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിനുണ്ട്. അവരോട് എനിക്ക് വിനയപൂർവമായ അപേക്ഷയുള്ളത്, സനല് CWC ചെയർമാൻ ആയതുകൊണ്ട് അവരുടെ കയ്യിൽ സമൂഹത്തിലേക്ക് പബ്ലിഷ് ചെയ്യാത്ത ഒട്ടേറെ വിവരങ്ങൾ അവർക്കുണ്ട്. ഇവരെ നമ്മൾ കണ്ടെത്തി തിരിച്ചു പിടിക്കുക എന്നതും നമ്മുടെ സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നായി മാറ്റുന്നത് നന്നായിരിക്കും എന്നെനിക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാനുണ്ട്. കാരണം 2 കാര്യങ്ങളാണ് മക്കളുമായിട്ട് എനിക്ക് പറയാനുള്ളത്.
അവരുടെ അമ്മമാരോട്, അച്ഛന്മാരെങ്ങാനുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് 2 കാര്യങ്ങൾ. കുട്ടികളുടെ കാര്യത്തിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, കുട്ടികൾ ആഗ്രഹിക്കും വിധം അവരെ നമുക്ക് ശിക്ഷിക്കാനും രക്ഷിക്കാനും കഴിയും. ഒരു ശിക്ഷയും കൊടുക്കാതിരുന്നാൽ അതിൻ്റെ അർത്ഥം അവർ ഭാവിയിൽ ശിക്ഷ കിട്ടാനുള്ള അയോഗ്യത കൈവരിക്കും. അവരെ നിങ്ങൾ ഇനി എപ്പോഴും ശിക്ഷിച്ചു കൊണ്ടിരുന്നാൽ അവരുടെ മനസ്സിൽ ജീവിതത്തെക്കുറിച്ച് ഒരു തെറ്റായ ബോധം. ഇത് രണ്ടിനും ഇടയിലായിരിക്കണം രക്ഷകർത്താക്കൾ. അതുകൊണ്ടാണ് അവരെ രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത്. അവരുടെ ഉത്തരവാദിത്വം, കർത്താക്കൾ എന്ന് പറയുമ്പോൾ ഒരു ഉത്തരവാദിത്വമാണ്. അത് രക്ഷയ്ക്കുള്ള ഉത്തരവാദിത്വം. ചിലപ്പോൾ ഭാവിയിൽ ഒരു അടി കിട്ടാതിരിക്കാൻ വേണ്ടി കുട്ടിയായിരിക്കുമ്പോൾ ഒരു കൊച്ചടി കൊടുക്കണം. ആ കൊച്ചടി കൊടുക്കാതിരുന്നാൽ ചിലപ്പോൾ ഭാവിയിൽ ഒരു വലിയ അടി കിട്ടും. അതുകൊണ്ട് രക്ഷകർത്താക്കളാണ്. അപ്പൊ അതിനെ ഞാൻ ഉദാഹരണം എന്ന് പറഞ്ഞു പോകുന്നില്ല. ലോകത്ത് അങ്ങനെ മാതൃകാപരമായ രക്ഷകർത്താക്കളുമുണ്ട്, ഒട്ടും മാതൃകയല്ലാത്ത രക്ഷകർത്താക്കളുണ്ട്. ഒരു കുട്ടിയെ വഴിതെറ്റിക്കാൻ ഏറ്റവും നല്ലത് ആർഭാടീകരിക്കുക എന്നതാണ്. ആ കുട്ടിക്ക് വില കൂടിയത് ഒരുപാട് മേടിച്ച് നിങ്ങൾ കൊടുത്താൽ ആ കുട്ടിക്ക് ജീവിതത്തിന്റെ വില അറിയാറുണ്ട്. ജീവിതത്തിന്റെ വില അറിയുന്നത് പരിമിതിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കൂടിയാണ്. ഇപ്പൊ ചില വീടുകളിൽ ഒരു ചോറും കളയാതെ കഴിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടിക്ക് ഇത്രയേ ഉള്ളൂ, ആ അമ്മ ചോറിന്റെ വില പഠിച്ചു. ചില കുട്ടികൾ പാതി ചോറ് കളയും, ആ കുട്ടിക്ക് ചോറിന്റെ വില അറിയില്ല. അത്രയും. അപ്പൊ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ വിശപ്പിന് കഴിച്ചാൽ മതി, പക്ഷെ വിശപ്പിനെ പാത്രത്തിൽ ഇടാകും. ഇപ്പൊ ചൈനയിൽ ഹോട്ടലുകളിൽ പോയാൽ, ഞാൻ ചൈനയിൽ പോയിട്ടുള്ള ആളാണ്, നമുക്ക് എത്ര ആഹാരം എടുക്കാം, പക്ഷെ എടുത്ത ആഹാരം കഴിക്കണം. എടുത്ത ആഹാരം അവിടെ ബാക്കി വെച്ചാൽ അത് കുറ്റമാണ്. നമുക്ക് പല പ്രാവശ്യമായി എത്രയും, പക്ഷെ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് കഴിച്ചിരിക്കുന്നു. അപ്പൊ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് രക്ഷകർത്താക്കൾ മനസ്സിലാക്കണം. സ്കൂളിൽ നിന്നല്ല, വീട്ടിൽ നിന്നാണ്. വീട്ടിൽ നിന്നും പഠിപ്പിക്കുന്നത് അമ്മ, അച്ഛൻ, അമ്മമ്മ, അപ്പൂപ്പൻ, വലിയമ്മാവൻ, ചെറിയമ്മാവൻ, ചേട്ടൻ, ചേച്ചി, ഇങ്ങനെ ഒരുപാട് പേരാണ്. പണ്ട് പഠിപ്പിക്കാൻ ഒരുപാട് പേരുള്ള വീടുകളെയാണ് നമ്മൾ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞത്. ഒരു കൂട്ടുകുടുംബത്തിലെ കുട്ടി സമൂഹത്തിൽ പെരുമാറാൻ പഠിച്ചിരിക്കും. പക്ഷെ ഒരു അണുകുടുംബത്തിലെ കുട്ടിക്ക് സമൂഹത്തിൽ പെരുമാറാൻ പ്രയാസം. നിർഭാഗ്യവശാൽ കൂട്ടുകുടുംബം തകർത്തവരാണ് നമ്മൾ, അണുകുടുംബത്തിൽ എത്തിയവരാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകുടുംബം ഉണ്ടായിരുന്ന കാലത്ത് കുട്ടികളുടെ ആത്മഹത്യ വളരെ കുറവായിരുന്നു. അണുകുടുംബം ഉണ്ടായിരുന്ന കാലത്ത് ആത്മഹത്യ മാത്രമല്ല, ഒളിച്ചോടുന്നതും വഴിതെറ്റുന്നതും മറ്റു പല തെറ്റുകൾക്കും കുട്ടികൾ വിധേയമാകുന്നത് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു വലിയ ചുരിദാർ മേടിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ പാൻസ് കുട്ടിക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ വഴി തെറ്റിക്കാനുള്ള വഴി കാണിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് കുട്ടിയുടെ ശ്രദ്ധ കുട്ടിയുടെ പ്രതിഭയുമായി ബന്ധപ്പെട്ട തലത്തിലേക്ക് മാറ്റാൻ അച്ഛനമ്മമാർ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളിൽ മിക്കവാറും എല്ലാം പരിഹരിക്കും. അപ്പൊ അതിന് ഞാനൊരു ഉദാഹരണം എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും ഈ വികസിത രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് അവർ കൊടുക്കുന്ന മാതൃകാ പുരുഷന്മാരുടെ കഥയും സിലബസിൽ ചേർത്തതുള്ള പാഠങ്ങൾ, അനുബന്ധ പുസ്തകങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരെങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ നോക്കിക്കാണുന്നത് മനസ്സിലാക്കുന്നത്. നമ്മുടെ കുട്ടികളോട് തന്നെ ചോദിച്ചാൽ ആ കുട്ടികൾക്ക് അയൽവക്കക്കാരൻ്റെ കഥ പോലും അറിയത്തില്ല. അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അതിലെ കുറച്ച് കളികൾ, അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം.
ഇപ്പം ലോകത്തിലെ മനുഷ്യന്റെ സുഹൃത്തായ കണ്ടുപിടുത്തങ്ങൾക്ക് പ്രത്യേകത കൊണ്ട് ലെജൻഡായി ലോകം കണക്കാക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ഒരുപാട് പഠിക്കാത്തവരാണ്. പക്ഷേ ലോകത്തെ കുട്ടികൾ അല്ലെങ്കിൽ ലോകത്തെ കുട്ടികൾക്ക് നോക്കി നടന്ന് പഠിക്കാൻ എഡിസൺ ഒരു ശാസ്ത്രജ്ഞൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ ഏറ്റവും താഴ്ന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്, ഒരു അമ്മയുടെ മകനാണ്. പക്ഷെ അദ്ദേഹത്തിന് എല്ലാത്തിനും സംശയമുണ്ട്. മോക്കങ്ങനെ സംശയമില്ല, കണ്ടതെല്ലാം സംശയമുണ്ട്. പരീക്ഷയ്ക്ക് എഴുതാനൊന്നും അദ്ദേഹത്തിന് ഒരു താല്പര്യം. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ ഉത്തരം തേടി നടന്ന ഒരാളാണ് ഇന്ത്യൻ ബൗദ്ധിക ചക്രവർത്തി എന്നറിയപ്പെടുന്ന സ്വാമി വിവേകാനന്ദൻ. അപ്പൊ ചോദ്യം ഉണ്ടാവും, ഉത്തരം പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ സമൂഹത്തിന് വേണ്ടി ഒരു ചോദ്യം ചോദിക്കാൻ അപൂർവത്തെ പറ്റും. നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. ഇപ്പൊ തൊട്ട് ചോദ്യം ചോദിച്ചു, നാലാമത്തെ ചോദ്യത്തിന് ഉത്തരവില്ല. ആ നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം ഈ പ്രകൃതിയിലുണ്ട്. പക്ഷെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് നമ്മുടെ ജീവിതം കൊണ്ടൊരു മാഞ്ഞു പോകും. മുളകല്ല ആ ചോദ്യം, വളരെയാണ്. പ്രത്യേക ഗ്രാമസഭ ചേർന്നു. ഇളമ്പള്ളൂർ പഞ്ചായത്തിലെ കൊവ്വൽമുക്ക് 1-ാം വാർഡിൽ ജനവാസ മേഖലയിൽ നിർമ്മിക്കുന്ന മൊബൈൽ ടവറിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രത്യേക ഗ്രാമസഭാ യോഗം ചേർന്നു. പ്രദേശവാസികൾ പഞ്ചായത്തിന് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജ ഗോപൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ഗീതാ മുരളീധരൻ, പഞ്ചായത്ത് അംഗം സാമർഗീസ്, ജൂനിയർ സൂപ്രണ്ട് അജിത്, തണൽ നഗർ
പ്രസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ജോസഫ്, ജെ മുരളീധരൻപിള്ള, വിനോദ് ജി പിള്ള, നജീം പുത്തങ്കട, ഗീതാകുമാരി, രാജേശ്വരി, സമരസമിതി കൺവീനർ രവീന്ദ്ര പ്രസാദ്, ട്രഷറർ MG മുകേഷ്, ജോയിന്റ് കൺവീനർമാരായ ലളിതാംബിക, ദിനേശ് കുമാർ, ഗ്രാമസഭാ കോർഡിനേറ്റർ അജയകുമാർ എന്നിവർ സംസാരിച്ചു. 353 പേർ പങ്കെടുത്തു. 1-ാം വാർഡിലെ അശാസ്ത്രീയമായ ടവർ നിർമ്മാണം എന്നേക്കുമായി ഉപേക്ഷിക്കും വരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. റോഡും പാലവും പ്രഖ്യാപനത്തിലൊതുങ്ങി കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. മൺട്രോത്തുരുത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാനറ ബാങ്ക് റെയിൽവേ സ്റ്റേഷൻ ടെലിഫോൺ എക്സ്ചേഞ്ച് റോഡിന്റെ പണി പൂർത്തിയാക്കുക, 2018 2 മന്ത്രിമാർ കല്ലിട്ട കൊന്നേൽ കടവ് പാലത്തിന്റെ പണി തുടങ്ങുക, ഗവൺമെന്റ് ആശുപത്രിയുടെ പണി പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ജാഥ നടത്തി. കാനറ ബാങ്ക് ജംഗ്ഷൻ മുതൽ റെയിൽവേ സ്റ്റേഷൻ വഴി ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്കുള്ള 5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ജാഥ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു മൺട്രോ നയിച്ചു. കാനറ ബാങ്ക് ജംഗ്ഷനിൽ DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് അശോകൻ, കോൺഗ്രസ് ചാത്താൻകോട്ട ബ്ലോക്ക് പ്രസിഡന്റ് Y ഷാജഹാൻ, അഖിൽ B ചന്ദ്രൻ, സേതുനാഥ്, സുരേഷ് ബാബു, സന്തോഷ് കുമാർ, ജയൻ, ശ്രീജ, ഉത്തമൻ, ശോഭ ചിത്രജ്ഞൻ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം ഉല്ലാസ് കോവൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ, അംഗങ്ങളായ സുശീല ജയകുമാർ, പ്രമീള പ്രകാശ് എന്നിവർ സംസാരിച്ചു. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. ചെറുതിനെ വലുതായി കാണിക്കുന്നതാണ് ലെൻസ്. ലെൻസിലെ കാഴ്ച നമുക്കിഷ്ടവുമാണ്. ഗ്ലാസ് കൊണ്ടുള്ളതാണ് ഈ ലെൻസ്. എന്നാൽ ഒരു തുള്ളി എണ്ണ വെള്ളത്തിൽ വീണാൽ അത് ലെൻസ് പോലെ തോന്നുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത്? ജലോപരിതലത്തിൽ എണ്ണ ഒഴിക്കുമ്പോൾ എണ്ണയുടെ ഭാരം അതിനെ ജലത്തിലാകെ പടരാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ പ്രതലബലം അതിനെ സങ്കോചിപ്പിക്കുവാനാണ് പ്രേരിപ്പിക്കുക. പരസ്പരം എതിർക്കുന്ന ഈ 2 ബലങ്ങളുടെ പ്രഭാവത്താലാണ് എണ്ണത്തുള്ളിക്ക് പരന്ന ഒരു ലെൻസിന്റെ ആകൃതി ഉണ്ടാകുന്നത്. മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ കുണ്ടറ ഡിവിഷൻ രൂപീകരിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ കുണ്ടറ ഡിവിഷൻ കമ്മിറ്റി രൂപവത്കരിച്ചു. മാമൂട് ചുവഞ്ചിറ ജുമാ മസ്ജിദ് മൗലവി ഷിഹാബുദ്ദീൻ ഫൈസിയുടെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ കൊല്ലം താലൂക്ക് വൈസ് പ്രസിഡന്റ് പെരുമ്പുഴ MA വാഹിദ് അധ്യക്ഷത വഹിച്ചു. ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി പുനലൂർ MM ജലീൽ നയവിശദീകരണം നടത്തി. അഡ്വക്കേറ്റ് കുറ്റിയിൽ ഷാനവാസ്, പാങ്ങോട് ഖമറുദ്ദീൻ മൗലവി, മണക്കാട് നജിമുദ്ദീൻ, അഡ്വക്കേറ്റ് റിയാസ് സമദ്, JM അസ്ലാം മൈക്കോൺ, അബ്ദുൽ അസീസ്, കേരളപുരം അബ്ദുൽ റഹീം മൗലവി, U അബ്ദുൽ ഗഫൂർ, മുഹമ്മദ് ഹാഷിം അസ്ഹരി, മുഹമ്മദ് റാഫി മൗലവി, മാമൂട് നൌഫൽ, കുണ്ടറ നിസാമുദ്ദീൻ, തൃപ്പലഴികം B അൻസാർ എന്നിവർ സംസാരിച്ചു. പെരുമ്പുഴ AA വാഹിദ് പ്രസിഡന്റും കുണ്ടറ നിസാമുദ്ദീൻ ജനറൽ സെക്രട്ടറി, മാമൂട് നൈഫൽ ഖജാൻജിയുമായുള്ള 17 അംഗ പ്രവർത്തക സമിതി രൂപവത്കരിച്ചു. നിങ്ങളുടെ കുട്ടികൾ അലസരാണ്, മഹാവികൃതികളാണ്, വൈകി ഉറക്കം ഉണരുന്നവരാണ്. മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ? കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കൂ. യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ MPV CBN കളരി, ഇളമ്പള്ളൂർ, കേരളപുരം, സമാന്തര റോഡ്, ESIക്ക് എതിർവശം, കുണ്ടറ. ഫോൺ നമ്പർ 94 47 11 99 80. ഇത്രമാത്രം പ്രചോദനം തന്നയാൾ. വളരെ കുറച്ചുപേരെ മാത്രം പ്രചോദിപ്പിക്കുന്നവരും ഒരു സമൂഹത്തെ മുഴുവനായും പ്രചോദിപ്പിക്കുന്നവരുമുണ്ട്. രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നവർ വളരെ വിരളമാണ്. എന്നാൽ അന്തരിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം രണ്ടാമത്തെ ഗണത്തിൽപ്പെടുന്ന അപൂർവം ചില വ്യക്തികളിൽ ഒരാളായിരുന്നു. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനും ഉപരി ഒരു അധ്യാപകനും കൂടിയായിരുന്നു. ചിന്തയുടെയും അറിവിന്റെയും അതിനു മുകളിൽ ആത്മവിശ്വാസത്തിന്റെയും ശക്തിയിൽ വിശ്വസിക്കാൻ അദ്ദേഹം എന്നും യുവതലമുറയെ പ്രചോദിപ്പിക്കുമായിരുന്നു. ആളുകൾക്ക് അദ്ദേഹം പ്രിയങ്കരനായത് ശാസ്ത്രലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ മാത്രം കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിലാണ്. ആളുകൾക്ക് പ്രചോദനമേകുന്ന ഒരുപാട് സവിശേഷതകൾക്ക് ഉടമയായിരുന്നു APJ അബ്ദുൽ കലാം. അബ്ദുൽ കലാമിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട മറ്റൊരു പാഠം
വ്യത്യസ്തമായി ചിന്തിക്കുവാനുള്ള ധൈര്യമുണ്ടാക്കുക എന്നതാണ്. ഇന്നത്തെ തലമുറ അവരുടെ കഴിവുകളും ചിന്താശക്തിയുമെല്ലാം ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ സീറ്റ് ലഭിക്കുവാൻ വേണ്ടി ചിലവഴിക്കുന്നു. എന്നാൽ നമ്മുടെ ചിന്തകളെ ഒന്ന് വ്യതിചലിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായി ചിന്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തനാകാം എന്ന ആശയം ലഭിക്കുകയും വ്യത്യസ്തമായ വഴി തിരഞ്ഞെടുക്കാനുള്ള ധൈര്യം ലഭിക്കുകയും ചെയ്യും. നിങ്ങളൊരു രാജ്യത്തിന്റെ തലവനാണെങ്കിൽ കൂടി വിനയം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിരുന്നു. അഹംഭാവം പരാജയപ്പെടുന്നിടത്ത് വിജയം കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു സവിശേഷ ഗുണമാണ് വിനയം. 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ വിദ്യാർത്ഥികൾക്കായി ക്രിയേറ്റിംഗ് എ ലൈവബിൾ പ്ലാനറ്റ് എർത്ത് എന്ന വിഷയത്തിൽ പ്രഭാഷണം തുടങ്ങാനിരിക്കെയാണ് APJ അബ്ദുൽ കലാം കുഴഞ്ഞു വീണത്. ആശുപത്രിയിലെത്താൻ സമയമുണ്ടായില്ല. സൂര്യനെ പോലെ ജ്വലിക്കണമെങ്കിൽ അതുപോലെ ചുട്ടുപൊള്ളണമെന്ന് പറഞ്ഞ കലാം, ക്ലാസ് റൂമിലെ പിറകു ബെഞ്ചിലാണ് ഇന്ത്യയുടെ ഭാവി ഇരിക്കുന്നതെന്ന് പറഞ്ഞ കലാം, വിട പറയുമ്പോൾ ചുരുക്കി പറയണമെന്ന് പറഞ്ഞ കലാം അദ്ദേഹത്തിന്റെ മഹത്വചനങ്ങൾ പങ്കുവയ്ക്കുന്നു. കലാം യുവത്വത്തിനും വിദ്യാർത്ഥികൾക്കും എന്നും ആവേശവും പ്രചോദനവുമായിരുന്നു. കലാമിന്റെ പ്രശസ്തമായ വചനങ്ങൾ നമ്മുടെ രാജ്യത്തെ യുവത്വത്തെ ചിന്തിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും ബലമുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ രണ്ട് സന്ദർഭങ്ങളിൽ നമ്മൾ മൗനം പാലിച്ചേ മതിയാകൂ. ഒന്ന്, നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ. രണ്ടാമതായി, ഒരക്ഷരവും ഉരിയാടാതെ തന്നെ നിങ്ങളെ മനസ്സിലാവുന്നവരുടെ മുമ്പിലും. ഭാവിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരുത്തി എഴുതാനായെന്ന് വരില്ല, എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താം, അതിലൂടെ ഭാവിയെയും. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ സ്വപ്നം കണ്ടേ മതിയാകൂ. മികവ് എന്നതൊരു തുടർ പ്രക്രിയയാണ്, അതൊരിക്കലും ആകസ്മികമല്ല. സ്വപ്നം 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 സ്വപ്നങ്ങൾ ചിന്തകളായി രൂപാന്തരം പ്രാപിക്കണം, ആ ചിന്തകൾ പ്രവർത്തികളായും. ഉറക്കത്തിൽ സംഭവിക്കുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നം. വിജയം എന്നാൽ നിങ്ങളുടെ കയ്യൊപ്പ് ഓട്ടോഗ്രാഫായി മാറുന്ന നിമിഷമാണ്. നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാനോ നമ്മളെ ഒരിക്കലും അടിയറവ് പറയിക്കാനോ പാടില്ലാത്ത ഒന്നിന്റെ പേരാണ് പ്രശ്നം. കഠിനാധ്വാനം ചെയ്യുന്നവരെ ദൈവം സഹായിക്കുകയുള്ളൂ. വളരെ സുതാര്യമാണ് ദൈവത്തിന്റെ തത്വം. ഒരിക്കൽ പരാജയം അറിഞ്ഞെന്ന് കരുതി ഒരിക്കലും പിന്മാറരുത്. കാരണം പരാജയം എന്നത് പരിശ്രമത്തിലേക്കുള്ള ആദ്യ പടിയാണ്. മനുഷ്യജീവിതത്തിൽ ദുരിതങ്ങൾ ആവശ്യമാണ്. വിജയം ആഘോഷിക്കാൻ അത് കൂടിയേ തീരൂ. ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും മികച്ച ബുദ്ധികളെ കണ്ടെത്താനായേക്കുക ഒരു ക്ലാസ് റൂമിന്റെ ഏറ്റവും ഒടുവിലത്തെ ബെഞ്ചിൽ നിന്നാണ്. നമ്മളെ എല്ലാവരും ഒരേ കഴിവുള്ളവരല്ല, പക്ഷേ അവനവന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണുള്ളത്. നിങ്ങൾക്ക് സൂര്യനെ പോലെ ജ്വലിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ ചുട്ടുപൊള്ളണം. ഒരാളെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണ്, പക്ഷെ ഒരാളെ വിജയിപ്പിക്കുക എന്നത് ശ്രമകരമാണ്. പറവ ശക്തി കണ്ടെത്തുന്നത് അതിന്റെ തന്നെ ജീവിതത്തിൽ നിന്നാണ്, സ്വയം പ്രചോദനത്തിൽ നിന്നും. നാം ഇന്നേക്ക് കുറച്ച് ത്യാഗങ്ങൾ സഹിച്ചാലേ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു നാളെ നൽകാനാകൂ. ഇന്ത്യ തന്റെ ഇടത്തോടെ തലയുയർത്തി നിന്നാലേ ബഹുമാനിക്കപ്പെടൂ. ഈ ലോകത്ത് ഭയപ്പെടുത്തലുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ശക്തരെ മാത്രമേ മറ്റു ശക്തർ ബഹുമാനിക്കുകയുള്ളൂ. കഠിനാധ്വാനം ചെയ്യുന്നവരെ മാത്രമേ ദൈവം തുണയ്ക്കൂ. ഉറപ്പിച്ചു പറയാവുന്ന ഒരേ ഒരു തത്വമാണത്. എവറസ്റ്റ് കീഴടക്കാനോ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉന്നതിയിലെത്താനോ ഏതായിരുന്നാലും വേണ്ടത് ശക്തിയും ആർജവുമാണ്. ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ് ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം. നമ്മുടെ കുട്ടികൾ ചോദിക്കട്ടെ. ഓരോ കുട്ടിയും വ്യത്യസ്തനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ലോകരാവട്ടെ അവരെ മറ്റുള്ളവരെ പോലെ തന്നെ ആക്കിയാലേ അടങ്ങൂ എന്ന് ശഠിക്കുന്നു. നിങ്ങളുടെ പങ്കില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാനാവില്ല. നിങ്ങളുടെ പങ്കോടുകൂടി നിങ്ങൾക്ക് തോൽക്കാനുമാവില്ല. എല്ലാ പക്ഷികളും മഴ വരുമ്പോൾ കൂട്ടിൽ രക്ഷ തേടുന്നു. എന്നാൽ പരന്ത് മഴയെ ഒഴിവാക്കാൻ മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കുന്നു. ആദ്യ വിജയത്തിനു ശേഷം വിശ്രമിക്കരുത്. കാരണം രണ്ടാമത്തേതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം കൊണ്ടാണെന്ന് പറയാൻ ഒട്ടേറെ ചുണ്ടുകൾ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയോ താഴ്ചയോ ഉണ്ടാകട്ടെ, പക്ഷേ ചിന്തയായിരിക്കണം നിങ്ങളുടെ കൈമുതൽ. വേഗം കിട്ടുന്ന സന്തോഷത്തിനു വേണ്ടി ശ്രമിക്കാതെ ജീവിതത്തിൽ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു രാജ്യം അഴിമതി വിമുക്തമാക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുന്നത് സമൂഹത്തിലെ 3 പേർക്കാണ്: പിതാവ്, മാതാവ്, അധ്യാപകൻ എന്നിവർക്ക്. വിടവാങ്ങലുകൾ തീർച്ചയായും ചെറുതായിരിക്കണം, വളരെ ചെറുത്. വിജയകഥകൾ വായിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒരേയൊരു സന്ദേശം മാത്രമേ അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. പരാജയകഥകൾ വായിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് വിജയിക്കാനുള്ള വഴികൾ താനേ വന്നു ചേരും. നാട്ടോട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ 8ാമത്തെ സിനിമ, ലൈല ക്രിയേഷൻസിന്റെ 8ാമത്തെ സിനിമ ഇന്നലെ വൈകുന്നേരം, ഞായറാഴ്ച വൈകുന്നേരം അതിന്റെ യൂട്യൂബ് റിലീസും അതിന്റെ ആദ്യത്തെ പ്രദർശനവും PC വിഷ്ണുനാഥ് MLA നിർവഹിച്ചു. ഞങ്ങൾ ഇതുവരെ എടുത്ത സിനിമയിൽ ഏറ്റവും സമയദൈർഘ്യം കുറഞ്ഞ സിനിമയാണിത്. ഏതാണ്ട് 8 മിനിറ്റിനോട് അടുപ്പിച്ച് വരുന്ന സിനിമയാണിത്. തീർച്ചയായിട്ടും ഈ സിനിമയിലെ ഒരു കഥാപാത്രം നിങ്ങളാകാം. നമ്മുടെ കേരളത്തിലെ ഏത് മലയാളിയും
ഒരാൾ പോലും വീടിന് പുറത്ത് റോഡിൻ്റെ ഇടങ്ങളിലേക്ക്, പൊതു ഇടങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയാത്ത എത്ര പേരുണ്ട് എന്ന് ഈ എൻ്റെ മുന്നിലിരിക്കുന്നവർ നിങ്ങളുടെ നെഞ്ചിലേക്ക് കൈവച്ച് ചോദിക്കണം. നിങ്ങളും ഒരിക്കലെങ്കിലും അത് എറിഞ്ഞു കാണും. ഇനിയെങ്കിലും അങ്ങനെ ആകാതിരിക്കട്ടെ. നമ്മുടെ സിനിമ നിങ്ങൾ കർമ്മ നിങ്ങൾ കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണം. ഇത് ഞങ്ങളുടെ സിനിമയാണെന്ന് പറഞ്ഞ് നിങ്ങൾ കാണിക്കേണ്ട. പക്ഷെ നിങ്ങൾക്ക് അത് സന്ദേശമുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികളത് കാണേണ്ടതാണെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാരത് കാണേണ്ടതാണെങ്കിൽ, നിങ്ങളുടെ ബന്ധുക്കളത് കാണേണ്ടതാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ വീണ്ടും രാത്രി നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെയും നാട്ടുപട്ടം ടീമിന്റെ സ്നേഹം, ആദരം.